IT മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രേക്ഷകൻ ചോദിച്ച സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിക്ഷേപകർക്ക് ഏകദേശം 1700% നേട്ടം നൽകിക്കൊണ്ട് വിപണിയിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച കമ്പനിയായ ശക്തി പമ്പ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി ഓഹരി വിലയിൽ 40%-ലധികം വലിയൊരു കറക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഓഹരിയുടെ സാധ്യതകൾ നമുക്കൊന്ന് വിലയിരുത്താൻ ശ്രമിക്കാം. ശക്തി പമ്പ്സ് ലിമിറ്റഡ് പ്രധാനമായും വിവിധ തരത്തിലുള്ള പമ്പുകളുടെയും മോട്ടോറുകളുടെയും നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിയാണ്. ജലസേചനം, ഹോർട്ടികൾച്ചർ, ഗാർഹിക ജലവിതരണം, വാണിജ്യപരവും വ്യാവസായികവുമായ ആവശ്യങ്ങൾക്ക് അത്യാധുനിക വാട്ടർ പമ്പിംഗ് സൊല്യൂഷനുകൾ എന്നിവയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഇതിന്റെ ബ്രാൻഡായ ശക്തി ആഭ്യന്തര വിപണിയിലും അന്താരാഷ്ട്ര വിപണിയിലും മികച്ച രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യം കമ്പനി പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയുടെ സാഹചര്യം നോക്കാം. ശക്തി പമ്പ്സ് പ്രവർത്തിക്കുന്ന പമ്പ് മോട്ടോർ വ്യവസായ മേഖല, പ്രത്യേകിച്ച് സോളാർ പമ്പ് വിഭാഗം, കേന്ദ്ര സർക്കാരിന്റെ PM കുസും പദ്ധതിയുടെയും ഊർജ്ജ സംരക്ഷണ നയങ്ങളുടെയും പിന്തുണയോടെ വലിയ വളർച്ചാ സാധ്യതയാണ് പ്രകടിപ്പിക്കുന്നത്. 2026ഓടെ ഇന്ത്യൻ പമ്പ് വിപണി ഗണ്യമായ വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും ആഭ്യന്തര അന്തർദേശീയ തലത്തിലുള്ള കടുത്ത മത്സരവും ഈ മേഖലയ്ക്ക് വെല്ലുവിളിയാണ്. എങ്കിലും സ്മാർട്ട് പമ്പുകളിലേക്കും പുനരുപയോഗ ഊർജ്ജത്തിലേക്കും മാറുന്ന വിപണി സാഹചര്യം ഈ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന കമ്പനികൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ മികച്ച അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതിയ ട്രേഡിംഗ് സെഷനിലെ കണക്കനുസരിച്ച് ശക്തി പമ്പ്സിന്റെ ഓഹരി വില 558 രൂപയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ ഓഹരി 462 രൂപ മുതൽ 1047 രൂപ റേഞ്ചിലാണ് വ്യാപാരം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഓഹരി വിലയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പോഴും സ്മോൾ ക്യാപ് വിഭാഗത്തിലാണ്. ഇത്തരം ഓഹരികളിൽ സാധാരണയായി വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് വലിയ വോളറ്റിലിറ്റി കാണാറുണ്ട്. നിലവിൽ കമ്പനിയുടെ PE റേഷ്യോ 19.84 ടൈംസും P/BV റേഷ്യോ അഥവാ പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ 4.02 ഓഹരി അതിന്റെ ഫെയർ വാല്യൂവിന് അടുത്ത് നിന്നിരുന്ന മുൻപത്തെ കാലയളവിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ മൂല്യനിർണ്ണയത്തിൽ വന്ന മാറ്റമാണ് നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ആകെ മൂല്യത്തെ അതിന്റെ ലാഭവുമായി താരതമ്യം ചെയ്യുന്ന EV/EBITDA റേഷ്യോ 13.44 വ്യവസായ മേഖലയിലെ മറ്റ് കമ്പനികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ശക്തി പമ്പ്സിന്റെ വാല്യൂഷൻ മെട്രിക്സ് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ചിത്രമാണ് നൽകുന്നത്. ഉദാഹരണത്തിന് LG എക്യുപ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ KSB എന്നിവയുടെ PE റേഷ്യോ നോക്കുകയാണെങ്കിൽ യഥാക്രമം 40.48 ടൈംസും 57.03 ടൈംസ് എന്നിങ്ങനെയാണ്. ഇവ രണ്ടും ശക്തി പമ്പ്സിനേക്കാൾ വളരെ കൂടുതലാണ്. അതേപോലെ ഇവയുടെ EV/EBITDA റേഷ്യോകൾ 29.7 ടൈംസും 43.48 ടൈംസ് എന്നിങ്ങനെയാണ്. ഇത് ഉയർന്ന മൂല്യനിർണ്ണയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. നേരെ മറിച്ച് കിർലോസ്കർ ബ്രദേഴ്സ്, ഇംഗർസോൾ, റാൻഡ് തുടങ്ങിയ മറ്റു കമ്പനികളുടെയും PE റേഷ്യോ 30 മുകളിലും EV/EBITDA 20 മുകളിലുമായിട്ടാണ് തുടരുന്നത്. ഒസ്വാൾ പമ്പ്സ്, GK എനർജി എന്നിവയുടെ PE റേഷ്യോകൾ യഥാക്രമം 12 ടൈംസും 12.95 ടൈംസ് എന്നിങ്ങനെ കുറഞ്ഞ നിലയിലാണ്. ഇവയുടെ EV/EBITDA നിരക്കുകൾ 12-നടുത്താണ്. ഈ മേഖലയിലെ മൂല്യനിർണ്ണയങ്ങളുടെ ഈ വലിയ വ്യത്യാസം ശക്തി പമ്പ്സിന്റെ നിലവിലെ സ്ഥാനത്തെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇത് ഏറ്റവും കുറഞ്ഞ നിലയിലോ ഏറ്റവും ഉയർന്ന നിലയിലോ അല്ലാതെ ഇന്റർമീഡിയറ്റ് റേഞ്ചിലാണ് നിലകൊള്ളുന്നത്. കൂടുതൽ ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് നോക്കുമ്പോൾ വിപണിയിലെ പൊതുവായ പ്രവണതകൾക്കും കമ്പനിയുടെ സവിശേഷമായ വളർച്ചയ്ക്കും അനുസൃതമായി ശക്തി പമ്പ്സിന്റെ മൂല്യനിർണ്ണയ സൂചകങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിലവിലെ 19.84 ടൈംസ് എന്ന PE റേഷ്യോ ഈ ഓഹരിയുടെ മുൻകാലങ്ങളിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകൾക്കും മുകളിലായിട്ടാണ് തുടരുന്നത്. 4.02 ടൈംസ് എന്ന P/BV റേഷ്യോ ബുക്ക് വാല്യൂവിനേക്കാൾ ഉയർന്ന മൂല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിക്ഷേപകർ സാധാരണയായി കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നിവയുമായി താരതമ്യം ചെയ്താണ് ഈ ഘടകം വിലയിരുത്താറുള്ളത്. ലാഭക്ഷമതയുടെ കാര്യമെടുത്താൽ കമ്പനി 31.16% ROCയും 24.7% റിട്ടേൺ ഓൺ ഇക്വിറ്റിയും രേഖപ്പെടുത്തുന്നുണ്ട്. ഈ മേഖലയിലെ മികച്ച കണക്കുകളാണിവ. കൂടാതെ മൂലധനം എത്രത്തോളം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു എന്നതിന്റെ സൂചനയുമാണ്. കമ്പനിയുടെ പ്രവർത്തന മികവും വിപണിയിലെ ഓഹരി വിലയും തമ്മിൽ എത്രത്തോളം പൊരുത്തപ്പെടുന്നുവെന്ന് വിലയിരുത്താൻ ഈ ലാഭക്ഷമത കണക്കുകൾ സഹായിക്കുന്നുണ്ട്. വിവിധ കാലയളവിലെ പ്രൈസ് റിട്ടേണുകൾ പരിശോധിക്കുകയാണെങ്കിൽ സെൻസെക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രകടനമാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിലും ഒരു മാസത്തിലും ശക്തി പമ്പ്സ് സെൻസെക്സിനെ മറികടന്നിട്ടുണ്ട്. സെൻസെക്സിന്റെ 0.71%, 4.76% എന്നീ നേട്ടങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ശക്തി പമ്പ്സ് യഥാക്രമം 2.47%, 5.74% എന്നിങ്ങനെ കുതിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വർഷം ഇതുവരെയുള്ള കണക്കുകളും ഒരു വർഷത്തെ കണക്കുകളും പരിശോധിക്കുമ്പോൾ പ്രവണത നേരെ തിരിച്ചാണ്. അതായത് സെൻസെക്സ് 8.34%, 1.7% നേട്ടമുണ്ടാക്കിയപ്പോൾ ശക്തി പമ്പ്സ് ഓഹരി യഥാക്രമം 26%-ന്റെയും 44%-ന്റെയും ഇടിവാണ് രേഖപ്പെടുത്തിയത്.
അതേസമയം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കണക്കുകൾ ഓഹരിക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു ചിത്രമാണ് നൽകുന്നത്. കഴിഞ്ഞ 3 വർഷം, 5 വർഷം, 10 വർഷം എന്നീ കാലയളവുകളിൽ യഥാക്രമം 631%, 540%, 1700% എന്നിങ്ങനെ വമ്പൻ നേട്ടമാണ് നൽകിയിരിക്കുന്നത്. ഇടയ്ക്കിടെയുള്ള വില വ്യതിയാനങ്ങളും മൂല്യനിർണ്ണയത്തിലെ മാറ്റങ്ങളും ഉണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാനുള്ള ഓഹരിയുടെ ശേഷിയാണ് ഇവിടെ കാണിക്കുന്നത്. സാമ്പത്തിക പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ ശക്തി പമ്പ്സ് 2025 ഡിസംബർ പാദത്തിൽ വളരെ മോശമായിട്ടുള്ള സാമ്പത്തിക ഫലങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ നെറ്റ് സെയിൽസിൽ 15% കുറവാണ് ഉണ്ടായത്. കഴിഞ്ഞ 2 പാദങ്ങളിലും കമ്പനി നെഗറ്റീവ് ഫലങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 2025 സെപ്റ്റംബറിലും സ്ഥിതി സമാനമായിരുന്നു. നികുതിക്ക് ശേഷമുള്ള ലാഭം 31 കോടി രൂപയായിട്ട് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. മുൻപത്തെ അപേക്ഷിച്ച് 69% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രവർത്തന ലാഭവും പലിശയും തമ്മിലുള്ള അനുപാതം അഥവാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ടു ഇൻട്രസ്റ്റ് 3.26 മടങ്ങായി താഴ്ന്നു. ഇത് കഴിഞ്ഞ കുറച്ചു കാലയളവിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. ചുരുക്കത്തിൽ വിൽപ്പനയിലും ലാഭത്തിലും ഉണ്ടായ വലിയ ഇടിവ് കമ്പനിയുടെ ഹ്രസ്വകാല സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് മ്യൂച്വൽ ഫണ്ടുകൾ, FIIs തുടങ്ങിയവർ കഴിഞ്ഞ പാദത്തിൽ തങ്ങളുടെ ഓഹരി വിഹിതത്തിൽ 1.84% കുറവ് വരുത്തിയിട്ടുണ്ട്. നിലവിൽ അവർക്ക് 9.8% വിഹിതമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ നിക്ഷേപകരെക്കാൾ മികച്ച രീതിയിലുള്ള കമ്പനിയുടെ അടിസ്ഥാന വിവരങ്ങൾ വിശകലനം ചെയ്യാൻ കഴിവുള്ളവരാണ് ഇത്തരം സ്ഥാപന നിക്ഷേപകർ. അതിനാൽ അവർ നിക്ഷേപം കുറയ്ക്കുന്നത് വിപണിയിൽ ഒരു ജാഗ്രതാ നിർദ്ദേശമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ലാഭത്തിലെ ഇടിവും ഉയർന്ന മൂല്യനിർണ്ണയവും കാരണം വലിയ നിക്ഷേപകർ ഈ ഓഹരിയിൽ നിന്നുള്ള പങ്കാളിത്തം കുറയ്ക്കുന്ന പ്രവണതയാണ് കാണുന്നത്. ശക്തി പമ്പ്സിന്റെ ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകർക്ക് നിലവിലെ സാഹചര്യം വെല്ലുവിളിയാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. കമ്പനിയുടെ ലാഭത്തിലും വിൽപ്പനയിലും ഉണ്ടായ ഇടിവ് ആശങ്കാജനകമാണെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1700% നേട്ടം നൽകിയ ചരിത്രം ഓഹരിക്കുണ്ട്. അതിനാൽ വിലയിടിവിൽ പരിഭ്രാന്തരായി പെട്ടെന്ന് വിൽക്കുന്നതിന് പകരം അടുത്ത പാദത്തിലെ സാമ്പത്തിക ഫലങ്ങൾ കൂടി നിരീക്ഷിക്കുന്നത് ഉചിതമായിരിക്കും. എങ്കിലും സുരക്ഷിതത്വത്തിനായി ഓഹരി വില 52 ആഴ്ചയിലെ താഴ്ന്ന നിരക്കായ 456 താഴുകയാണെങ്കിൽ കൂടുതൽ നഷ്ടം ഒഴിവാക്കാൻ ഒരു സ്റ്റോപ്പ് ലോസ് നിശ്ചയിക്കാവുന്നതാണ്. കൂടാതെ സ്ഥാപന നിക്ഷേപകർ അവരുടെ ഓഹരി വിഹിതം ഇനിയും കുറയ്ക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതും വരാനിരിക്കുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയാൻ സഹായിക്കും. പുതിയ നിക്ഷേപകരെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യം സമ്മിശ്രമായ ചിത്രമാണ് നൽകുന്നത്. അതിനാൽ വളരെ കരുതലോടെയുള്ള സമീപനമാണ് ആവശ്യം. കഴിഞ്ഞ 2 പാദങ്ങളായി കമ്പനി നെഗറ്റീവ് ഫലങ്ങൾ നൽകുന്ന സാഹചര്യത്തിൽ ഓഹരി വില ഇനിയും താഴാൻ സാധ്യതയുള്ളതിനാൽ നിക്ഷേപിക്കാൻ അനാവശ്യ തിടുക്കം കാണിക്കാതെ വില ഒരു നിശ്ചിത നിലവാരത്തിൽ സ്ഥിരതയാർജിക്കുന്നതുവരെ കാത്തിരിക്കുന്നതാണ് ഉചിതം. വ്യവസായ ശരാശരിയേക്കാൾ കുറഞ്ഞ PE അനുപാതത്തിലാണ് ഓഹരി ഉള്ളതെങ്കിലും കമ്പനിയുടെ ലാഭം കുറയുന്നത് ഒരു വാല്യൂ ട്രാപ്പ് ആകാനുള്ള സാധ്യതയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. എന്നിരുന്നാലും കമ്പനിയുടെ ദീർഘകാല സാധ്യതകളിൽ വിശ്വാസമുള്ളവർക്ക് വലിയൊരു തുക ഒറ്റയടിക്ക് നിക്ഷേപിക്കാതെ ചെറിയ തുകകളായി വിവിധ ഘട്ടങ്ങളിൽ നിക്ഷേപിക്കുന്ന SIP രീതി സ്വീകരിച്ച് നഷ്ടസാധ്യത കുറയ്ക്കാവുന്നതാണ്.